ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഇന്നലെ ആയിരുന്നു. അപ്പൊ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. പ്രധാനമായിട്ടും എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി പറയാം. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല ക്വസ്റ്റ്യൻസും ഇപ്പൊ ആദ്യം കിടക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, താഴോട്ട് വരുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസും നമുക്ക് വായിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്, ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ താഴോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ സാമൂഹ്യ സുരക്ഷയെ സാമൂഹ്യ ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ വെൽഫെയർ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്നൊക്കെ സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു പ്രഷറോടുകൂടി അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യമല്ല. പലപ്പോഴും ഈ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് മെയിൻസ് എക്സാമിനാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരുമല്ലോ. ഫോർ എക്സാമ്പിൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് നമ്മൾ ഓരോ സാമൂഹ്യക്ഷേമം എന്താണ് എന്നൊക്കെ പഠിച്ചിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് പ്രിലിംസിന് ഈ ഒരു രീതിയിലുള്ള ഒരു ചോദ്യം വരുന്നത്. ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളും ഞാനും ഒക്കെ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞുകൊണ്ട് മെയിൻസ് എക്സാമിനാണ്, സ്പെഷ്യൽ ടോപ്പിക്സിനാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഡ്രോബാക്ക് വന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നും ചോദ്യങ്ങളൊന്നും കണ്ടില്ല. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം അത് ഡയറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അത് നമുക്ക് ഹിസ്റ്ററിയിലും പഠിക്കാനുണ്ട് അല്ലെ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. 5 മാർക്കോളം കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നും ചോദ്യങ്ങൾ ഇല്ലായിരുന്നു. പലപ്പോഴും നമുക്ക് വായിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല. എല്ലാവരും പറയുന്നത് പോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും അതുപോലെ മാത്സും ഒക്കെ ഒരുവിധം ചെയ്യാൻ പറ്റി. അപ്പൊ 50 മാർക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ GK പോർഷനിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ടഫ്നെസ്, അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തോന്നുന്നത്. ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചിട്ട് പോയിട്ട് എഴുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്, അനലറ്റിക്കൽ മോഡലിലുള്ള ചോദ്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ സോഴ്സ് പലരും ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സോഴ്സ് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഈ ജോഗ്രഫി ക്വസ്റ്റ്യൻസിന്റെ കാര്യമല്ല കേട്ടോ. ഈ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡയറക്റ്റ് കിടപ്പുള്ളത് തന്നെയാണ്. പക്ഷേ മുകളിൽ കണ്ട പല ക്വസ്റ്റ്യൻസിന്റെയും സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് എങ്ങനെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നെക്സ്റ്റ് ഫേസ് എഴുതാൻ പോകുന്നവരോട് അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് തന്നിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട് PSC. അപ്പൊ ഫസ്റ്റ് ഫേസ് ഇങ്ങനെയായി, സെക്കൻഡ് ഫേസ് ഇങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഫസ്റ്റ് ഫേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചില്ല, അതുകൊണ്ട് സെക്കൻഡ് ഫേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിലബസിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. ചിലപ്പം ഔട്ട് ഓഫ് സിലബസിലേക്ക് പോയേക്കാം എന്ന് ഏറ്റവും താഴെ എല്ലാ സിലബസിന്റെയും ലാസ്റ്റ് PSC കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ച് പഠിച്ചു പോവാനേ നമുക്ക് പറ്റൂ. നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അല്ലാതെ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് മാത്രം നോക്കിയിട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ള GK പോർഷൻസ്, GKയുടെ കാര്യമാണ്, GK പോർഷൻസ് അതുപോലെ തന്നെ തുടരുക. ഒരു മാറ്റവും വരുത്തേണ്ട, അങ്ങനെ തന്നെ തുടരുക. നമുക്ക് അതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും വേണ്ട. റിലേറ്റഡ് ഫാക്ട്സ് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി മാത്രം പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ജോഗ്രഫിയും ഒന്നും ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, ഹിസ്റ്ററിയിൽ നിന്നും ഒരുവിധം വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ മേഖലകൾ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. ഇനി കട്ട് ഓഫിന്റെ കാര്യം ചോദിക്കുന്നവരോടാണെങ്കിൽ കട്ട് ഓഫ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ, നമുക്ക് ആർക്കും പറയാൻ അറിഞ്ഞുകൂടാ. ഏകദേശം നമ്മളോട് ഡിസ്കസ് ചെയ്ത കുട്ടികൾക്കെല്ലാം കിട്ടിയിരിക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞ മിക്കവർക്കും ഏകദേശം ഒരു 43 തൊട്ട് 57 വരെ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും 57 കിട്ടിയവർ എങ്ങനെ പഠിച്ചവരാണെന്ന്. അപ്പൊ മിക്കവാറും ഇവര് ഇംഗ്ലീഷും മലയാളവും മാത്സും മിക്കവാറും എല്ലാം കറക്റ്റ് ആക്കും. GK പോർഷൻസിൽ ഇവര് കുറച്ച് ബാക്കിലായിരിക്കും. അതായത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ ഉറപ്പുള്ളതായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ 57 റേഞ്ചിലോട്ട് വരുന്നത്. എന്നാലും കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 45+ ആണ്. എന്റെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. ഇത്രയും ടഫായിട്ടുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ 45+, ഒരു 46, 47 ലെവലിലൊക്കെ കട്ട് ഓഫ് വരുമെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. 47 റേഞ്ച് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജസും കൂടെ നോക്കാം. നോക്കിയതിന് ശേഷം നമുക്ക് ആധികാരികമായിട്ടൊന്ന് ഗസ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറയാനുള്ളത്, അടുത്ത 2 സ്റ്റേജ് എഴുതാൻ പോകുന്നവര് ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വന്നത് സിലബസ് കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ തന്നെ പഠിക്കുക. അല്ലാതെ സിലബസ് ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട്
പഠിക്കാതിരിക്കുക. PSCയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് സ്റ്റേജിൽ ഫുൾ സിലബസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു നഷ്ടം തോന്നാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിന്റെ ഹോൾ ടിക്കറ്റ് ചിലപ്പോൾ 4-ാം തീയതിയാണ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെയോ മറ്റന്നാളോ ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ഉള്ളവരുടെ എല്ലാം തന്നെ ഹോൾ ടിക്കറ്റ് വരും. ആ ഹോൾ ടിക്കറ്റ് കിട്ടാത്തവർക്ക് അടുത്ത 6-ാം തീയതി ആയിരിക്കും എക്സാം വരുന്നത്. അപ്പൊ അതിനും ടെൻഷൻ അടിക്കേണ്ട. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയും 16-ാം തീയതി എക്സാം ഉള്ളവർക്ക് ഈ ആഴ്ച തന്നെ വരും. അതിനുശേഷം വരാത്തവര് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് 6-ാം തീയതി ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.